പിണറായി സർക്കാരിന്റെ ഭരണത്തണലിൽ ചെയ്തതിനെല്ലാമുള്ള ശിക്ഷ വാങ്ങിക്കൂട്ടുകയാണ് കേരള പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ADGP MR അജിത് കുമാർ. രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിശേഷിപ്പിച്ച KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവത്തിലെ അന്വേഷണം അട്ടിമറിക്കാൻ കൂട്ടുനിന്നതിന് അജിത് കുമാറിന് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് VD സതീശൻ സർക്കാർ. SP ഷൗക്കത്ത് അലി നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ DGP നൽകിയ ശുപാർശയെ തുടർന്നാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സസ്പെൻഷനെതിരെ അജിത് കുമാർ നിയമപോരാട്ടം നടത്തുമെന്നത് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അജിത് കുമാർ സസ്പെൻഷനുമായി നേരെ പോയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കാണ്. ഒരു സ്റ്റേ ഒപ്പിച്ചെടുക്കാമെന്ന പ്രതീക്ഷയോടെയായിരുന്നു അജിത് കുമാർ പോയത്. എന്നാൽ ഒന്നും ശരിയായില്ല. സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്ന അടിയന്തര ആവശ്യം CAT തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നായിരുന്നു വാദം. DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സസ്പെൻഷന്റെ കാരണമായി പറയുന്ന കുറ്റങ്ങൾ താൻ ചെയ്തിട്ടില്ല. സസ്പെൻഷൻ ഉത്തരവ് ഇറക്കേണ്ടിയിരുന്നത് ചീഫ് സെക്രട്ടറി അല്ല, പൊതുഭരണ വകുപ്പ് തലവനായ മുഖ്യമന്ത്രിയായിരുന്നു എന്നിങ്ങനെയുള്ള വാദങ്ങളെല്ലാം അജിത് കുമാർ ഉന്നയിച്ചു. എന്നാൽ അജിത് കുമാർ DGPയാകാൻ യോഗ്യനല്ലെന്നാണ് സർക്കാർ തിരിച്ചടിച്ചത്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തയാളാണ് അജിത് കുമാർ എന്നും സസ്പെൻഡ് ചെയ്യാൻ പ്രഥമദൃഷ്ട്യാ കാരണമുണ്ടായാൽ മതിയെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതോടെ സ്റ്റേ നൽകാൻ വിസമ്മതിച്ച CAT ഹർജി ഫയലിൽ സ്വീകരിച്ച് സർക്കാരിനോട് മറുപടി തേടിയിരിക്കുകയാണ്. ഇനി അടുത്ത മാസം 20-നാണ് ഹർജി പരിഗണിക്കുക. ഇത് അജിത് കുമാറിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. കാരണം ഈ മാസം 31-ന് ഒഴിവ് വരുന്ന DGP റാങ്കിലേക്ക് പരിഗണിക്കേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു അജിത് കുമാർ. അതിന്റെ അന്തിമ നടപടിക്രമങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. അജിത് കുമാർ സസ്പെൻഷനിലായതോടെ തൊട്ടടുത്ത സീനിയർ ഉദ്യോഗസ്ഥനാണ് ഇനി DGP റാങ്ക് ലഭിക്കുക. തന്റെ DGP പദവി നഷ്ടപ്പെടുന്നത് തടയുന്നതിനുള്ള അവസാന നീക്കമായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ ഹർജി. എന്നാൽ CATയിലെ നടപടി സർക്കാരിന് ഏറെ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സാധാരണയായി ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ നടപടികളിൽ ആദ്യഘട്ടത്തിൽ സ്റ്റേ അനുവദിക്കുകയാണ് CAT ചെയ്യാറുള്ളത്. മുൻപ് പല കേസുകളിലും അത് കണ്ടിട്ടുമുണ്ട്. ഇവിടെ അത് ചെയ്തില്ല എന്നത് സർക്കാരിന്റെ വിജയം കൂടിയാണ്. നേരത്തെ അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മാധ്യമങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അന്ന് മുഖ്യമന്ത്രി നൽകിയ മറുപടി നടപടിക്രമങ്ങൾ പാലിച്ച് നടപടിയെടുത്തില്ലെങ്കിൽ നിയമപോരാട്ടത്തിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകും, അതിനാൽ ഉണ്ടാകുന്ന കാലതാമസമെന്നാണ്. ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തോട് പ്രതികരിച്ചതും അതിനോട് കൂട്ടി വായിക്കണം. സസ്പെൻഷൻ നടപടിക്രമമെല്ലാം പാലിച്ചാണെന്നും സർക്കാരിന്റെ ജാഗ്രത മൂലമാണ് നടപടി CAT സ്റ്റേ ചെയ്യാതിരുന്നത് എന്നുമാണ് സതീശൻ പറഞ്ഞത്. കഴിഞ്ഞയാഴ്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് പ്രതികരിച്ചത് എന്നതും കാണേണ്ടതുണ്ട്. സസ്പെൻഷനിൽ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സാധാരണ നിലവിട്ടുള്ളതാണ് അതെന്നുമായിരുന്നു പിണറായി പറഞ്ഞത്. പ്രശ്നങ്ങൾ അജിത് കുമാറിന്റെ ഭാഗത്തല്ല എന്ന് എടുത്തു പറയാനും പിണറായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സസ്പെൻഷനെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നും വിശദമായി പിന്നീട് പറയാമെന്നുമായിരുന്നു പിണറായിയുടെ അന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സംരക്ഷിച്ച പോലെ ഇനി അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള വാദങ്ങളുമായി പിണറായി രംഗത്ത് വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അജിത് കുമാറിന് പകരം അടുത്ത സീനിയറായ S ശ്രീജിത്തിനെ DGPയാക്കണമെന്ന ശുപാർശ ചീഫ് സെക്രട്ടറി സർക്കാരിന് നൽകിക്കഴിഞ്ഞു. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുമാണ്. ഉടൻ തന്നെ അതിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും.